മലയാളികളുടെ പ്രിയ സംഗീത സംവിധായകൻ ജോൺസൺ മാഷ് ഓർമ്മയായിട്ട് ഇന്നേക്ക് 14 വർഷങ്ങൾ. സഹൃദയരെ സംബന്ധിച്ച് അദ്ദേഹം പോയിട്ട് ഇത്രയും കാലമായി എന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. കാരണം നിത്യജീവിതത്തിൽ മലയാളി സ്വന്തം വികാരങ്ങളെ വിനിമയം ചെയ്യാൻ ഇത്രയും ആശ്രയിക്കുന്ന മറ്റൊരു സംഗീത സംവിധായകൻ ഉണ്ടാവില്ല. ആലഭാരങ്ങളൊന്നുമില്ലാത്ത തെളിനീര് പോലുള്ള ആ സംഗീതം കേൾക്കാത്ത ഒരു ദിവസം പോലും മലയാളികളുടെ നിത്യജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടാവില്ല. തൃശൂർ നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ കൊയറിൽ നിന്നാണ് ജോൺസന് ലഭിക്കുന്ന ആദ്യ പരിശീലനം. ഗായകനായിരുന്ന അദ്ദേഹത്തിന് അവിടെ നിന്ന് ഹാർമോണിയത്തിലും പരിശീലനം ലഭിച്ചു. 1968 സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് തുടങ്ങിയ വോയിസ് ഓഫ് തൃശൂർ എന്ന ക്ലബ് വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സംഗീത സംഘമായി മാറി. ഇവിടെ ഹാർമോണിയത്തിന് പുറമെ ഗിറ്റാറും ഫ്ലൂട്ടും ഡ്രംസും വയലിനുമൊക്കെ ജോൺസൺ വായിക്കുമായിരുന്നു. ജയചന്ദ്രനും മാധുരിയുമൊത്തു പാടുന്ന ഷോകളിൽ പലപ്പോഴും കോറസ് പാടാനും വോയിസ് ഓഫ് തൃശൂരിലെ കലാകാരന്മാർക്ക് അവസരം ലഭിച്ചു. ജയചന്ദ്രനാണ് ദേവരാജൻ മാസ്റ്റർക്ക് ജോൺസണെ പരിചയപ്പെടുത്തുന്നത്. ആ പരിചയപ്പെടുത്തലാണ് പിൽക്കാലത്ത് ജോൺസനെ മലയാളികളുടെ പ്രിയ സംഗീത സംവിധായകനാക്കി മാറ്റിയത്. ഗാനങ്ങൾക്ക് മുൻപേ പശ്ചാത്തല സംഗീതം നൽകിക്കൊണ്ടാണ് സിനിമയിലേക്കുള്ള ജോൺസന്റെ വരവ്. ഭരതന്റെ ആരവമായിരുന്നു ചിത്രം. പിന്നീട് കാലത്തെ മറികടന്ന മലയാളികൾ ഇന്നും മൂളുന്ന നിരവധി ഹിറ്റ് ഗാനങ്ങൾ പിറന്നു. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ പവിഴം പോൽ, പവിയാധരം പോൽ, ദശരഥത്തിലെ മന്ദാരച്ചെപ്പുണ്ടോ, ഞാൻ ഗന്ധർവനിലെ ദേവാങ്കണങ്ങൾ, അങ്ങനെ പാടിയാൽ തീരാത്ത എത്രയെത്ര ഗാനങ്ങൾ. ലാളിത്യമാണ് ജോൺസന്റെ സംഗീതത്തെ ഇത്രയും ഹൃദയഹാരിയും ജനപ്രിയവുമാക്കിയത്. സംഗീതത്തിലെ തന്റെ അറിവ് കേൾവിക്കാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഒട്ടുമേ ആഗ്രഹമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലെ വലിയ അറിവ് അദ്ദേഹത്തെ മിനിമലിസ്റ്റിക് ആക്കുകയാണ് ചെയ്തത്. പാട്ടുകൾക്ക് പുറമെ പശ്ചാത്തല സംഗീതത്തിലും മികവ് തെളിയിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഈ അറിവ് കൂടിയാണ്.